ഹായ് എവ്രിവൺ. ഞാൻ 2025 കണ്ട തമിഴ് മൂവീസിലെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു 10 തമിഴ് മൂവീസ് അതാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. എൻ്റെ ലിസ്റ്റിലെ ആദ്യത്തെ മൂവി ടൂറിസ്റ്റ് ഫാമിലി. അതായത് ശശികുമാർ ലീഡ് റോളിൽ വന്ന സിമ്രാൻ ഒക്കെ അഭിനയിച്ച ഒരു മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് കോമഡി ജോണറിൽ വന്ന മൂവിയാണ്. നല്ല അടിപൊളി ഒരു മൂവിയായിരുന്നു. ക്രിറ്റിക്സിന്റെയും ഓഡിയൻസിന്റെ എല്ലാം നല്ല റിവ്യൂസ് കിട്ടിയ ഒരു മൂവിയായിരുന്നു. അത് ഡയറക്റ്റ് ചെയ്തത് അഭീഷൻ ജീവന എന്ന് പറയുന്ന ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ ആദ്യത്തെ മൂവിയാണ്. പുള്ളി ഇതിനകത്തൊരു റോള് ചെയ്യുന്നുണ്ട്. നല്ല ഒരു മൂവിയാണ്. ക്യാരക്ടേഴ്സിനെല്ലാം പ്രോപ്പർ ഡെപ്ത് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉള്ളൊരു നല്ലൊരു മൂവി. അതിൽ തന്നെ കോമഡി എല്ലാം നല്ലപോലെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മോറൽ ഉള്ളൊരു സ്റ്റോറിയാണ്. അതായത് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് വന്ന് അവിടെ തമിഴ്നാട്ടിൽ ജീവിക്കാൻ നോക്കുന്ന ഒരു ഫാമിലി, അവരുടെ ഒരു സ്റ്റോറിയാണ്. അതിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്, ആ ഒരു ലെവലിൽ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ഈ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി കാന്ത. 2025 ഡയറക്ടർ സെൽവമണി സെന്തിൽരാജ് സംവിധാനം ചെയ്ത ദുൽഖർ മെയിൻ ലീഡ് റോളിൽ വന്ന മൂവിയാണ് കാന്ത. അതൊരു വെറൈറ്റി മൂവിയായിരുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമയെ കുറിച്ച് പറയുന്ന ആ ഒരു ലെവൽ ഓഫ് ജോണർ ആയിരുന്നു. അതായത് ഒരു ഷൂട്ടിങ്ങിനിടയിൽ അവിടുത്തെ ഒരു ബിഗ് സ്റ്റാർ പുള്ളിനെ കുറിച്ച് പറയുന്ന ഒരു കഥ. അതിൽ ആ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേറൊരു റോൾ ചെയ്യുന്നത് സമുദ്രക്കനിയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, ഇവർ തമ്മിലുള്ള ഈഗോ, അതാണ് ആ പടത്തിന്റെ മെയിൻ ഒരു സ്റ്റോറി. ബൈ ദ എൻഡിൽ ഒരു മോറലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തീർക്കുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ ലെവലിലുള്ള ഒരു പടമാണ്. നല്ല ഒരു മൂവിയായിരുന്നു. ഇതിനകത്ത് റാണ ദഗുബട്ടിയൊക്കെ ഒരു റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്ന ഭാഗ്യശ്രീ ബോസിന്റെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരത്തെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു റോളായിരുന്നു. നല്ലൊരു സ്റ്റോറിയുള്ള, നല്ലൊരു ഫ്ലോ ഉള്ള നല്ലൊരു മൂവിയായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. ഞാനിത് തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ട് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. സോ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി 3BHK. 2025 ശ്രീ ഗണേശ് ഡയറക്ട് ചെയ്ത് ശരത് കുമാർ, സിദ്ധാർത്ഥ് ഒക്കെ മെയിൻ റോളിൽ വന്നൊരു മൂവിയാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അവരൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവരതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൂവിയാണ്. ഒരു ഫാമിലി ഡ്രാമ ജോണറിൽ സ്റ്റോറി പറഞ്ഞു പോകുന്നതാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. എല്ലാ ആക്ടേഴ്സിന്റെ ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. നല്ലൊരു ഡെപ്ത് ഉള്ള സ്റ്റോറി ആയിരുന്നു. പടം നല്ലൊരു ഫീൽ നമുക്ക് തരുമായിരുന്നു. ത്രൂ ഔട്ട് ദ മൂവി കുറെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്ന സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആക്കുന്ന കുറെ സീൻസ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. 2025 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം തമിഴായിരുന്നു. ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ഹൗസ് മേറ്റ്സ്. അതായത് 2025 രാജുവേൽ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി കോമഡി ലെവലിൽ പോകുന്ന ഒരു മൂവിയാണ്. അതായത് മൾട്ടിവേഴ്സ് ലെവലിലൊക്കെ ഉള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ്. നല്ല ഒരു കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് ഉള്ളത് ദർശൻ, അതുപോലെ കാലി വെങ്കട്ട് ഒക്കെയാണ്. അവരുടെയൊക്കെ ആക്ടിങ് അടിപൊളിയാണ്. ഈ കാലി വെങ്കട്ട് എനിക്ക് തമിഴിൽ തന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടറാണ്. പുള്ളിക്കാരന്റെ എല്ലാ മൂവീസും കാണാൻ അടിപൊളിയാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറീസ് കേൾക്കുമ്പോൾ നല്ലൊരു രസമാണ് സ്ക്രീനിൽ. അതുപോലെ തന്നെ ഈ മൂവിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് ലെവലിൽ പോകുന്ന ഒരു പടമാണ്. ബൈ ദ എൻഡ് നമുക്ക് നല്ല ഹാപ്പി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ പിന്നെ കുറെ നമ്മളെ അത്യാവശ്യം കുറച്ച് കരയിപ്പിക്കും, അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു മൂവിയാണ്. നല്ലൊരു ഡ്രാമ, സസ്പെൻസ്, അതുപോലെ തന്നെ കോമഡി ജോണറിലുള്ള 2025 വൺ ഓഫ് ദ ബെസ്റ്റ് തമിഴ് മൂവിയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ മൂവി അതുപോലെ അത്രയും ഫേമസ് ഒന്നും ആയില്ല. ഞാനിത് OTT വന്നു കഴിഞ്ഞാലാണ് ഈ മൂവി കാണുന്നത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നൊരു മൂവിയാണ്. സോ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. ഇത് കാണുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ബൈസൺ കാലമാടൻ. 2025 മാരി സെൽവരാജ് ഡയറക്ട് ചെയ്ത് ധ്രുവിക്രം മെയിൻ റോളിൽ വന്ന മൂവിയാണ്. ഇതില് പശുപതി ഒരു മെയിൻ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെ ഒരു ബിഗസ്റ്റ് ടോപ്പ് കബഡി പ്ലെയർ ആയിരുന്ന മാനത്തി ഗണേശൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയായിട്ട് ഇൻസ്പയർഡ് ആണ്. പിന്നെ നോർമലായിട്ട് മാരി സെൽവരാജ് മൂവീസിനകത്ത് സ്റ്റോറി ടെല്ലിംഗ് നമുക്കറിയാം. അതായത് ആ നാട്ടിലുള്ള കുറെ പ്രശ്നങ്ങളെ കുറിച്ച്, കാസ്റ്റ്, അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ്, അതെല്ലാം മെൻഷൻ ചെയ്താണ് പുള്ളിക്കാരൻ ഒരു സിനിമ എടുക്കുന്നത്. പുള്ളിക്കാരന്റെ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെസ്സേജ് ആണ്. അപ്പൊ ആ ലെവലിൽ തന്നെയുള്ള ഒരു മൂവിയായിരുന്നു ഇത്. ക്രിട്ടിക്സും അതുപോലെ ഓഡിയൻസും നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്തൊരു മൂവിയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പടം കുറച്ച് ലോങ് ആണ്, എന്നാൽ പോലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ധ്രുവിക്രമിന്റെ ആക്ടിങ്, പശുപതിയുടെ ആക്ടിങ് വേറെ ലെവലായിരുന്നു. ആ മൂവി കണ്ടപ്പോൾ എനിക്ക് പശുപതി എന്നൊരു ആക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഏത് റോൾ കിട്ടിക്കഴിഞ്ഞാലും പുള്ളി അതിന്റെ ഒരു പീക്ക് ലെവലിൽ ചെയ്തു വെക്കുന്ന ഒരു ആക്ടറാണ്.
ഈ പടത്തിലും അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ധ്രുവ് വിക്രം അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പം പുള്ളിക്കാരൻ്റെതായ ഒരു ലെവൽ ഓഫ് ആക്ടിംഗ് ഉണ്ട്, ഒരു വേ ഓഫ് ആക്ടിംഗ് ഉണ്ട്. അത് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഈ മൂവിയിൽ അത് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. നല്ല രീതിയിലുള്ള ഡയലോഗ് ഡെലിവറീസും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു റോളായിരുന്നു രജിഷ വിജയന്റേതും. അതും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൂവിയായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി സിറൈ. സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത് 2025 വന്ന വിക്രം പ്രഭു മെയിൻ റോളിൽ വന്ന മൂവിയാണ്. ഈ മൂവി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, ഞാൻ മിസ് ചെയ്തു. ഇത് OTT-യിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഇത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച്, കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഇതൊരു ലവ് സ്റ്റോറിയാണ് പ്രോപ്പർ ആയിട്ടുള്ള. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതിലെ വിക്രം പ്രഭുവിന്റെ ആക്ടിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ പടത്തിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് വേറെ ലെവലാണ്. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലല്ലായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് വരുന്നത്. കാരണം നമ്മൾ ടിപ്പിക്കലായിട്ട് മൂവീസിൽ കണ്ടിരിക്കുന്ന രീതിയിലല്ല ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു മൂവിയാണ്. 2025 കുറെ ക്രിട്ടിക്സിന്റെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ ഒരു മൂവിയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി പറന്തുപൂ. 2025 ഒരു വൺ ഓഫ് ദ വെറൈറ്റി മൂവി ആയിരുന്നു. തമിഴിൽ നിന്ന് ഇങ്ങനെ കുറെ ഫീൽ ഗുഡ് മൂവീസ് അവർ ഇറക്കി വിടാറുണ്ട്. അതായത് നമ്മുടെ ഹാർട്ടിനോട് നല്ലപോലെ ചേർന്നിരിക്കുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരുന്നു മൂവീസ്. അതായത് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റിങ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ കുട്ടികളെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ റൂട്ട്സിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലം നമ്മള് തിരിച്ചുപോയി നമ്മളത് ആസ്വദിക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൂവിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തില് ഇപ്പം പാരന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിൽ ജോലി റിലേറ്റഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്നെല്ലാം റിലീവ് ആകാൻ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ അവിടെ നമ്മുടെ പഴയ ആൾക്കാരെയൊക്കെ കാണുന്നു. അപ്പൊ കിട്ടുന്ന ആ ഒരു ഫീല്, അതിന്റെ ആ ഒരു ലെവലിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒക്കെയാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ലൊരു ഫ്ലോ ആണ്. നമുക്ക് ഒട്ടും തന്നെ ബോർ അടിക്കാതെ പോകുന്ന ഒരു മൂവിയാണ്. ഇതിൽ മെയിൻ ആക്ടറായിട്ട് വന്നിരിക്കുന്നത് ശിവയാണ്. അതുപോലെ തന്നെ ഗ്രേസ് ആന്റണി ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറി നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളെ കുറിച്ച് അങ്ങനെയൊക്കെ ആ ഒരു ലെവലിലൊക്കെ ഉള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻസൈറ്റ്സ് തരുന്ന ഒരു മൂവിയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ ശിവ നോർമലായിട്ട് പുള്ളിക്കാരന്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരന്റെ മൂവീസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്, അത് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ മൂവിയിൽ അജു വർഗീസ് ഒരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ ഇതിനകത്ത് വിജയ് യേശുദാസ് ഒരു റോളിൽ വരുന്നുണ്ട്. അതെല്ലാം തന്നെ വളരെ ആപ്റ്റ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടറാണ്. സോ ഈ മൂവീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ശക്തി തിരുമകൻ. അതായത് 2025 അരുൺ പ്രഭു സംവിധാനം ചെയ്ത് വിജയ് ആന്റണി മെയിൻ റോളിൽ വന്ന മൂവിയാണ്. ഈ അരുൺ പ്രഭു എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫിലിമോഗ്രഫി വളരെ വെറൈറ്റിയാണ്. പുള്ളിയുടെ അരുവി മൂവിയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. പുള്ളിയുടെ എല്ലാ മൂവീസും അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്സിന്റെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള മൂവീസാണ്. അതുപോലെ തന്നെ നല്ലൊരു മൂവിയായിരുന്നു ശക്തി തിരുമകൻ. നോർമലി വിജയ് ആന്റണി റീസെന്റ് ആയിട്ട് കുറച്ച് പടങ്ങൾ ചെയ്തതൊന്നും തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ കുറെ പടങ്ങൾ വന്നത് കാണാതെ പോലും മിസ്സാക്കിയിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു ലെറ്റ്സ് സേ സ്ക്രിപ്റ്റ് സെലക്ഷൻ അത്രയ്ക്ക് മോശമാണ്. പക്ഷെ പുള്ളിയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ പുള്ളി ചെയ്തിരുന്ന മൂവീസ്, ആക്ടറായിട്ട് പുള്ളി ചെയ്തിരുന്ന മൂവീസ് എല്ലാം അടിപൊളിയായിരുന്നു. പുള്ളി ഒരു വെറൈറ്റി മൂവീസ് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇപ്പം മോശമായ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് കുറെ മോശം പടങ്ങളും ചെയ്തിരുന്നു. എന്നാൽ തന്നെ പുള്ളിക്കാരന്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പടമാണ് ശക്തി തിരുമകൻ. നല്ലൊരു അടിപൊളി സ്റ്റോറി, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. പുള്ളിക്കാരന്റെ ആക്ടിങ് ആണെങ്കിലും അടിപൊളിയാണ്. അതായത് ഇന്ത്യൻ നമ്മുടെ ആ ഒരു ബ്യൂറോക്രസിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാപ്സ്, അതില് ഉണ്ടാകുന്ന കറപ്ഷൻ, പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച്, അതുപോലെ നമ്മളിപ്പം സൊസൈറ്റിയിൽ കാണുന്ന കുറെ പ്രശ്നങ്ങൾ അതൊക്കെ എടുത്തു വെച്ച് പറയുന്ന ഒരു സ്റ്റോറിയാണ്. നല്ലൊരു മൂവിയാണ്. അതിനകത്തെ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഇതിന്റെ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഫ്ലോ നമ്മളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കത്തില്ല. വളരെ ലെറ്റ്സ് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഒരു ചെറിയൊരു റിവെഞ്ച് സ്റ്റോറിയും കൂടെയാണ് ഈ ഒരു മൂവി. ഇത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. ഇത് കുറെ പേര് മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് അത്രയ്ക്ക് ഹൈപ്പ്, കാരണം വിജയ് ആന്റണിയുടെ ഒരു ലീഡ് ആക്ടറായിട്ട് ഒരു മൂവി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് ഒരു ഹൈപ്പ് വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ മ്യൂസിക് ഡയറക്ടർ പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആണെങ്കിൽ പോലും ആസ് എ ആക്ടർ പുള്ളിക്കാരൻ അത്ര ഫേമസ് അല്ല. സോ ഇത് പലരും മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം തമിഴ് ഇൻ 2025. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി മാരീസൻ. നമ്മുടെ മലയാളത്തിൽ വില്ലാളി വീരൻ മൂവിയൊക്കെ ഡയറക്ട് ചെയ്ത സുധീഷ് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ തമിഴിൽ ചെയ്തൊരു മൂവിയാണ്. പുള്ളിയുടെ വില്ലാളി വീരൻ ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടം ചെയ്ത് പുള്ളിക്കാരനാണോ എന്ന് തന്നെ നമ്മൾ തോന്നിപ്പോവും.
അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണിത്. ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ലീഡായിട്ട് വരുന്നത് വടിവേലു ഫഹദ് ഫാസിലാണ്. അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിന്റെ ആ ഒരു പീക്കിലുള്ള ആൾക്കാരാണ്. അപ്പം അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ഒരു യാത്ര, അതായത് ഇവർ രണ്ടുപേരുടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അത് പോകുന്നതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ വടിവേലു ആരാണ്, ഫഹദ് ഫാസിൽ ആരാണ് എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, സസ്പെൻസ് ഉള്ള ഒരു മൂവിയാണ്. വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. നല്ലൊരു മോറല്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു മൂവിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ആക്ടിംഗ് ആണ് ഇതിനകത്ത് വടിവേലു ആണെങ്കിലും അതുപോലെ തന്നെ ഫഹദ് ഫാസിലാണെങ്കിലും ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ടിപ്പിക്കൽ തമിഴ് മാസ് മസാല മൂവി പോലെയാണ് ഇത് എൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി ഉള്ള ഒരു മൂവിയാണ്. ഒട്ടും തന്നെ ബോറടിപ്പിക്കില്ല. സോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. ഈ മൂവി കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്റെ ലിസ്റ്റിലെ അടുത്ത മൂവി DNA. അതായത് ഒട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കാതെ കണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് DNA. നെൽസൺ വെങ്കടേഷ് എന്ന് പറയുന്ന ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്തത്. ഈ മൂവിയിൽ മെയിൻ ലീഡായിട്ട് അഥർവ അതുപോലെ നിമിഷ സജയനാണ് വന്നിരിക്കുന്നത്. ഈ മൂവി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതില് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് പുള്ളിക്കാരിയുടെ ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിനെ കാണാതെ പോകുന്നു. ഐ മീൻ കുഞ്ഞിനെ മാറിപ്പോകുന്നു. പുള്ളിക്കാരത്തി തിരിച്ചറിയുന്നു. അതുമായിട്ട് കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് പിന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്, ഇവരെങ്ങനെ കണ്ടുപിടിക്കുമോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ആണ്. ആ ഒരു സ്റ്റോറിയാണ് ഈ മൂവിയിൽ പറയുന്നത്. അഥർവയാണ് ലീഡായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിമിഷ സജയൻ അഥർവയുടെ വൈഫായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു ആക്ടിങ്ങിന് നല്ലൊരു പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്. നിമിഷ സജയന്റെ ആക്ടിങ് അടിപൊളിയാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു പീക്ക് ലെവൽ ആക്ടിങ് ആണ് ഈ മൂവിയിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അഥർവയുടെ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു മൂവി ആയിട്ടാണ് വന്നേക്കുന്നത്. പുള്ളിക്കാരൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടറാണ്. പക്ഷെ പുള്ളിക്കാരന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പലപ്പോഴും നമ്മൾ മോശമായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ഈ മൂവി അടിപൊളിയാണ്. നല്ല സ്ക്രിപ്റ്റിൽ നല്ല ഒരു എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. എന്റെ 2020 വൺ ഓഫ് ദി ഫേവറേറ്റ് മൂവിയാണ്. നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അത് വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. പിന്നെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ ഇതാണ് 2025 എന്റെ തമിഴിലെ ഫേവറേറ്റ് മൂവീസിലെ ഒരു 10 മൂവീസ്. സോ ഇനിയും മൂവീസ് ഉണ്ട് 2025 കുറെ നമ്മൾ ഹൈപ്പിൽ വന്ന കുറെ മൂവീസ് അത്ര പെർഫോം ചെയ്യാത്തൊരു വർഷമാണ്. എന്നാലും ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന മൂവീസ് വളരെ നമ്മളെ ഇംപ്രസ് ചെയ്ത ഒരു വർഷമാണ് 2025. സോ ഇനിയും ഇതുപോലെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യും. അതുപോലെ ആ കണ്ടന്റ്സ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.